24 സൂപ്പർ എക്സ്ക്ലൂസീവ്. വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി കേസിലെ മുഖ്യപ്രതി നൌഷാദ്. തന്നെ വിൽക്കാൻ ഏൽപ്പിച്ച വീട്ടിൽ തനിക്ക് വിൽക്കാനായി ഒരു വീട് ഏൽപ്പിച്ചിരുന്നു. ആ വീട്ടിൽ ഹേമചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു. സുൽത്താൻ ബത്തേരിയിലെ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം മൃതദേഹം തമിഴ്നാട്ടിൽ കുഴിച്ചിട്ടു എന്നും നൌഷാദ് പറയുന്നു. മൃതദേഹത്തിൽ പഞ്ചസാര ഇടുകയും മുഖത്ത് പെട്രോൾ ഒഴിക്കുകയും ചെയ്തു. എനിക്ക് ജോലി ഞാൻ ഒരുപാട് റെന്റ് കാർ ചെയ്യുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ റെന്റ് കാർ എന്റെ കയ്യിൽ നിന്ന് വണ്ടി റെന്റിന് എടുക്കാറുണ്ട്, വാടക കൊണ്ടുതരാറുണ്ട്. ജ്യോതിഷിന്റെ 2 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. പിന്നെ അജീഷോ മുഖാന്തരാണ് എന്നെ ബന്ധം. അജീഷോ ജ്യോതിഷാണ് മുഖാന്തരാണ് എന്നെ ബന്ധം. ഈ പൈസ പോയതിനു ശേഷം ഞാൻ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി എനിക്ക് പൈസ തരാണ്ട് ഇങ്ങനെ മുങ്ങിക്കിനി എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഒരു 1-2 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോഴാണ് ഈ ജ്യോതിഷ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇയാളാണോ ആള്, അയാൾ എന്നെയും പറ്റിച്ച് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്നത്. സൗമ്യ ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞാൽ ഇയാളൊരു അവീത ബന്ധമായിരുന്നു സൗമ്യയായിട്ടുള്ളത്. പിന്നെ അതുപോലെ അയാൾക്ക് സിം കാർഡ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ നിറയെ ഒരു 10 സിമ്മോളുണ്ടായിരുന്നു, സിം കാർഡായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഇത് ഞാൻ നിങ്ങളെ പൈസ വാങ്ങി തന്നിട്ട് പിന്നെ എന്നെ ഒഴിവാക്കണം, നിങ്ങൾ സൗമ്യനെ ഏൽപ്പിക്കരുത്, സൗമ്യ എന്നെ പറ്റിച്ചു പോയതാണ് എന്ന് ഹേമചന്ദ്ര പറഞ്ഞിരുന്നു. നിങ്ങൾ കാറിലാണോ കൊണ്ടുപോയത് ബോഡി? അതെ, ഞങ്ങൾ കാറിലാണ് കൊണ്ടുപോയത്. പെട്രോൾ ഒഴിച്ച് കത്തിക്കല്ല ചെയ്തത്. ഞങ്ങൾ എന്ത് ചെയ്തു, ചതുപ്പ് കുഴിച്ചിട്ട് എന്ത് പെട്രോൾ ഒഴിച്ച് മുഖത്ത് പിന്നെ പെട്രോൾ ഒഴിച്ച് എന്നിട്ട് കുറച്ച് തീയിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഞങ്ങൾ മൊത്തം പഞ്ചസാര വിതറി എന്നിട്ടാണ് കുഴിച്ചിട്ടത്. കണ്ണൂർ സ്വദേശിയായ സ്ത്രീയെ ഉപയോഗിച്ചാണ് ഹേമചന്ദ്രനെ മെഡിക്കൽ കോളേജ് പരിസരത്ത് എത്തിച്ചതെന്നും നൌഷാദ് 24 പറഞ്ഞു. ഗുണ്ടൽപേട്ട് സ്വദേശിയായ സൗമ്യയുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നും ഇയാൾ പറഞ്ഞു. ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, അവരെ ഉപയോഗിച്ചാണ് നിങ്ങൾ അയാളെ വിളിപ്പിച്ച് പുറത്തേക്ക് ഇറക്കിയെന്ന് പറഞ്ഞു, അങ്ങനെയാണോ? അതെന്താ സംഭവം? ഈ ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ആഡ് ഇട്ടിട്ടുണ്ട്. പത്രത്തിലല്ല, ഞാൻ പിന്നെ വാട്സാപ്പില് ഒരു ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അത് ജെന്യൂൻ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് ആ ലേഡി വിളിച്ചത്. അപ്പോഴത്തേക്ക് അവിടെ ആ വേക്കൻസിക്ക് ആളായി പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈസ കടം വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പൈസ കിട്ടാനുണ്ട്, അയാളെ വിളിച്ച് എനിക്ക് ഞങ്ങളെ പൈസ വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ കമ്മീഷൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ലേഡി അയാളെ വിളിക്കുന്നത്. അയാളെ വിളിച്ച ഉടനെ അയാൾ തിരിച്ച് വിളിച്ച് അവരുമായിട്ട് ഒരു ഇടപാടായിട്ട് സംസാരിച്ച് ഇതുപോലെ തന്നെ ആ ലേഡി എന്നോട് പറഞ്ഞു, ഇതുപോലെ തന്നെ അതായത് 1 ലക്ഷം രൂപ തന്നാൽ 5 ലക്ഷം രൂപ ബ്ലാക്ക് മണി ആയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ ലേഡീനെ വിളിച്ചു വെച്ചത്. കാരണം ഞങ്ങൾ മർദ്ദിച്ചു, അത് ശരീരത്ത് മുറിവ് വരാനുള്ള മർദ്ദനം ഞങ്ങൾ ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ കൊന്നതല്ല, അയാൾക്ക് പിന്നെ കഴുത്തിൽ ഇത് ഇട്ടിട്ട് തൂങ്ങിയതാണ്. ബെഡ്ഷീറ്റും ഒരു തോർത്തും കൊണ്ടും കൂടെ കെട്ടിയിട്ടാണ് അയാൾ പാനിന്റെ മുകളിൽ കെട്ടി തൂങ്ങിയത്. നിങ്ങളിത് അപ്പോ പോലീസിനെ അറിയിക്കാതിരിക്കാൻ എന്താ കാരണം? ആ സന്ദർഭത്തില് അതൊരു ചോദ്യമാണല്ലോ. പേടിച്ചിട്ട് ഞങ്ങള് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ കാഴ്ചയിൽ ഒരു സാധാരണക്കാരൻ എന്താ ചെയ്യുക? കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഞാൻ ആ പേടിക്കലില് ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിട്ടാവാം. അത് ഞാൻ ഉള്ളിലേക്ക് കയറി ഇത് കണ്ടവാണ് ഞാൻ താക്കോല് എടുത്തിട്ട് പൂട്ടിയിട്ട് ആ കെട്ട്, അതായത് ഈ ആളെ ബോഡി അയക്കുന്ന വരെ ഞാൻ കണ്ണ് ചുമ്മിയിട്ടാണ് ഞാൻ അയാളെ പിന്നെ അവിടുന്ന് പാനിന്റെ മുകളിൽ അഴിച്ചിറക്കുന്നത്. കാരണം അത്രയും പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. സുർജിത് അയ്യപ്പത്താണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഇത്രയും പേടിയുള്ള ആളുകളാണോ ഈ മൃതദേഹം കൊണ്ടുപോയി ആരും അറിയാതെ ഇത്രയൊക്കെ ചെയ്തത് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ ഉണ്ട് അല്ലേ? തീർച്ചയായും ആ ചോദ്യം അവശേഷിക്കുന്നു. എന്തായാലും ഇത് ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസ് തന്നെയാണ്. സ്മിത പറഞ്ഞ പോലെ തന്നെ, അതായത് ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ കാര്യങ്ങൾ ഇയാൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിലാണ് നൌഷാദ് ഇക്കാര്യം പറയുന്നത്. അതായത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല, തങ്ങൾ കൊന്നിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വാദത്തിൽ ഉറച്ചു വെക്കുകയാണ്. ആ വാദത്തിൽ തന്നെയാണ് ആ വാദം ആവർത്തിക്കുകയാണ്. ഞാൻ 20 മിനിറ്റോളം ഇയാളുമായി സംസാരിച്ചു. ആ സംസാരിച്ച ഘട്ടത്തിലൊക്കെ അദ്ദേഹം പറയുന്നത് താൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഹേമേന്ദ്രനുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. അതായത് ആദ്യം റെൻ്റ് കാർ ബിസിനസ്സായിരുന്നു, അതുവഴി ബന്ധമുണ്ട്. സുഹൃത്തുക്കളായിട്ടുള്ള, അപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള അജേഷ് എന്ന് പറയുന്ന ഒരാളും ജ്യോതിഷ് എന്ന് പറയുന്ന ആളുമുണ്ട്. ഇവർ വഴിയാണ് ഹേമേന്ദ്രൻ്റെ പരിചയം. പിന്നീട് കാറുകൾ ഈ നൌഷാദിൻ്റെ പക്കൽ നിന്ന് റെൻ്റ് എടുക്കാറുണ്ട് കാറുകൾ. അങ്ങനെയൊക്കെ പരിചയം, സൗഹൃദം നീണ്ടു. പിന്നെ നോട്ട് ഇരട്ടിപ്പിക്കൽ പരിപാടി ഹേമേന്ദ്രൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് 2 ലക്ഷം രൂപ ഹേമേന്ദ്രന് കൈമാറുന്നത്. അത് തിരിച്ചു കിട്ടാത്ത ഘട്ടം വന്നു. ജ്യോതിഷ് ഇതുപോലെ തന്നെ 2 ലക്ഷം രൂപ നൽകി. അത് തിരിച്ചു കിട്ടാത്ത ഘട്ടം വന്ന സാഹചര്യത്തിലാണ്
രീതിയിലാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയെ ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ഹേമേന്ദ്രനെ വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം നേരെ വയനാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വയനാട്ടിലേക്ക് കൊണ്ടുവന്ന് ബീനാച്ചിയിലുള്ള വീട്ടിലാണ് താമസിപ്പിക്കുന്നത്. ഈ താമസിപ്പിച്ച ശേഷം അത് കയറുന്ന ഘട്ടത്തിൽ തന്നെ 2 അടി അടിച്ചു എന്നുള്ളത് മാത്രമാണ് നൗഷാദ് പറയുന്നത്. അതിനുശേഷം മറ്റൊരു പീഡനം, ശാരീരിക പീഡനം ഉണ്ടായാലും സൗഹൃദാന്തരീക്ഷത്തിൽ എങ്ങനെയെങ്കിലും ഈ പൈസ മേടിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തത്. പക്ഷേ കൊയിലാണ്ടിയിൽ ഒരാൾ പൈസ നൽകാനുണ്ട് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇവർ കൊയിലാണ്ടിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാലുശ്ശേരി വഴി കോഴിക്കോട് ആക്കാനായിരുന്നു, അതായത് ഇദ്ദേഹത്തെ ആക്കാൻ ഒരു അഗ്രിമെൻ്റ് എഴുതി ഇദ്ദേഹത്തെ ആക്കാനായിരുന്നു ശ്രമം. പക്ഷേ മൈസൂരിൽ നിന്ന് പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഹേമേന്ദ്രൻ ഇവർക്കൊപ്പം യാത്ര തുടങ്ങി. വീണ്ടും ഇതേ ബത്തേരിയിലേക്ക് എത്തുകയും ബീനാച്ചിയിലെ ആ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്തു. പിറ്റത്തെ ദിവസം ആ വീടിൻ്റെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അത് തനിക്ക് വാടകയ്ക്ക് നൽകാൻ വേണ്ടി അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ച വീടാണ്. ആ വീട്ടിലാണ് ഹേമേന്ദ്രൻ താമസിപ്പിച്ചത്. അവിടേക്ക് എത്തിയ ഘട്ടത്തിൽ പിന്നെ കാണുന്നത് തൂങ്ങിയ നിലയിലാണ്. അതായത് ഒരു തോർത്തുമുണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ ബെഡ്ഷീറ്റിൻ്റെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് എന്നുള്ളതാണ് നൗഷാദ് പറയുന്ന കാര്യം. ഇതിനുശേഷം ഈ കേസിൽ ഉൾപ്പെടാത്ത മറ്റൊരാൾ കൂടിയുണ്ട്, ബത്തേരി സ്വദേശിയായിട്ടുള്ള അദ്ദേഹം വെളിപ്പെട്ടിട്ടില്ല. അതെന്തായാലും പോലീസ് അന്വേഷിക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പോലീസിനോട് പറയുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇയാളെ ബന്ധപ്പെട്ടു. ഇയാളാണ് നിർദ്ദേശം നൽകിയത്. അതായത് ഇവിടെ എവിടെയും കുഴിച്ചിടേണ്ട സ്ഥലം തമിഴ്നാട്ടിലാണ്, അതാവുമ്പോൾ അധികം ശ്രദ്ധയുണ്ടാകില്ല എന്ന് അയാൾ പറയുകയാണ്. അതിനുശേഷം പെട്രോൾ ഒഴിക്കണം, ഒപ്പം തന്നെ പഞ്ചസാര വിതരണം എന്നുള്ള കാര്യം കൂടി പങ്കുവച്ചു. ഇതിനുശേഷം ഒരു ട്രയൽ നടത്തി, അതായത് ചെക്ക് പോസ്റ്റ് വഴി കാറിൽ ഒരു ട്രയൽ ആദ്യം നടത്തി, ആളുകളുണ്ടോ എന്ന് അറിയാൻ. അതിനുശേഷം തിരിച്ചെത്തിയാണ് കാറിൽ മൃതദേഹം കയറ്റിക്കൊണ്ടു പോകുന്നത്. അത് കൊണ്ടുപോയി അവിടെ ഇട്ട് ഇതുപോലെ തന്നെ കുഴിച്ച് മൂടുകയാണ്, ചതുപ്പ് നിലത്തിൽ കുഴിച്ച് മൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്നുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെ ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ. ഏതായാലും ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. നൗഷാദിനെ ഇനി നാട്ടിലെത്തിക്കുമ്പോൾ വീണ്ടും ചോദ്യം ചെയ്യും. ഇപ്പോൾ നൗഷാദ് പറയുന്നത് കൊലപ്പെടുത്തിയതല്ല, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ്, പുറത്തറിയാതിരിക്കാനാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്ന് ആവർത്തിക്കുകയാണ് നൗഷാദ്. വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.